ഇലക്ഷൻ എന്ന് പറയുന്നത് അത് ആ റിസൾട്ട് വരുമ്പോൾ വിടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജയിച്ചു തോറ്റു എന്നൊക്കെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. എന്നാലും നമ്മൾ എന്തിനു വേണ്ടിയാണോ നമുക്ക് വോട്ട് ചെയ്തത് അവരുടെ ആഗ്രഹങ്ങൾ അല്ല അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോക്കസുകൾ നമ്മൾ അതിനായിരിക്കണം. അതിന്റെ ഫലമാണ് ഇപ്പൊ അങ്ങനെ ഒരു ഹെഡേക്ക് ഇല്ല. അതുകൊണ്ടാണ് നല്ല നല്ല ആശയങ്ങൾ വരുന്നത്. ആശയങ്ങൾ വരുന്നതിനെ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള സാഹചര്യങ്ങൾ പറ്റത്തില്ല. വേറെ ഒരു പദ്ധതി എനിക്ക് എടുത്ത് പറയാനുണ്ട്. പലപ്പോഴും സ്പോർട്സ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഒരു സൂട്ടും കോട്ടും ഇട്ട് ഒന്ന് ഉദ്ഘാടനം ചെയ്യും, അല്ലെങ്കിൽ ഒരു സമാപന മേളത്തിൽ ഒരു പ്രസംഗിക്കും, ട്രോഫി എടുത്ത് കൊടുക്കും. എന്നാൽ അതിൽ നിന്നും ഉപരി ഫൊക്കാനയ്ക്ക് ഇന്ന് ഒരു സ്പോർട്സ് അക്കാഡമി ഉണ്ട്. ആ സ്പോർട്സ് അക്കാഡമിയുടെ ഉദ്ദേശം എന്നുള്ളത് ഞങ്ങൾ പ്രസംഗിക്കുക മാത്രമല്ല, എന്നാൽ ടാലന്റഡ് ആയിട്ടുള്ള പൂള് ഉള്ള സ്പോർട്സ്മെൻസിനെ കണ്ടെത്തി ഒരു ടീം ഉണ്ടാക്കിയിട്ട് അതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു കോമ്പറ്റീഷനും ഒരു കോച്ചിങ്ങും ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് പ്രൊജക്റ്റ് ആയിട്ട് അത് പോവുകയാണ്. അതിന്റെ പ്രതിഫലനം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇവിടെ ന്യൂയോർക്കില്, ഫ്ലോറിഡയില്, ചിക്കാഗോയിലും ഒക്കെ അവിടെ വോളിബോൾ ടൂർണമെന്റും ക്രിക്കറ്റ് ടൂർണമെന്റും സോക്കർ ടൂർണമെന്റും നടത്തി. ന്യൂയോർക്കിൽ ലാജി തോമസിന്റെ ലീഡർഷിപ്പിലാണ് അവിടെ ചെയ്തത്. പിന്നെ ഇവിടെ ചിക്കാഗോയില് സന്തോഷ് നായർ RVP ആണ് അവിടുത്തെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നല്ലൊരു വോളിബോൾ ടൂർണമെന്റ് നടക്കുകയുണ്ടായി. അതോടൊപ്പം ഫ്ലോറിഡയിലെ RVP ലിൻഡോ ജോളിയുടെ നേതൃത്വത്തിൽ അവിടെ സോക്കർ ടൂർണമെന്റ്, ക്രിക്കറ്റ് ടൂർണമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ പല വൈവിധ്യമാർന്ന സ്പോർട്സ് മേഖലകളിലും ഫൊക്കാനയുടെ കയ്യൊപ്പുണ്ട്. ഇതും താങ്കൾ മുമ്പ് ചോദിച്ചു പോകണമെങ്കിൽ ഇത് കഴിയുമ്പോൾ നിൽക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല. ഇത് ഒരു ചക്രം പോലെ ഉരുണ്ട് പിന്നേക്ക് പൊക്കോണ്ടിരിക്കും. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഫൊക്കാനയുടെ സ്പോർട്സ് അക്കാഡമി. വളരെ നല്ലൊരു കാര്യം. അതുപോലെ തന്നെ അടുത്ത കൺവെൻഷന്റെ ആനുവൽ കൺവെൻഷന്റെ സമയം നിങ്ങൾ ഫിക്സ് ചെയ്തു, വെന്യൂ ഫിക്സ് ചെയ്തു, അതിന്റെ പ്രോഗ്രാം എല്ലാം ഫിക്സ് ചെയ്തു. ഇപ്പോഴേ അവിടെ മത്സരിക്കേണ്ട ടീമുകളും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. 2 ടീമാണ്, എനിക്ക് തോന്നുന്നു 2 ടീമാണ് മത്സരിക്കുന്നത്. ആ 2 ടീമിലും പ്രഗത്ഭരായ ആളുകളുണ്ട്. നമ്മൾ ഇതിനകത്ത് തന്നെ വർഷങ്ങളായി ഇതിനകത്ത് തന്നെ പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും ചെന്ന ആളുകൾ 2 ടീമിലുമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ടീമിനെ നിങ്ങളായിട്ട് ഇപ്പോഴത്തെ ഇരിക്കുന്ന ഭരണസമിതി, ഔദ്യോഗിക ഭരണസമിതി ഏതെങ്കിലും ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കുകയോ പോലും ചെയ്യുമോ? 28 ഇലക്ഷൻ ആര് ജയിക്കണം അല്ലെ ആരെ ജയിപ്പിക്കണം എന്നുള്ളതല്ല ഈ ഒരു കരണ്ട് ഭരണസമിതിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ കരണ്ട് ഭരണസമിതിയുടെ ഉദ്ദേശം എന്നത് പറയേണ്ടത് അല്ല ആയിരിക്കേണ്ടത് അടുത്ത 5-8 മാസം കൂടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടോ ആ പ്രവർത്തനങ്ങൾ എല്ലാവരെയും ചേർന്ന് ചെയ്യുക. ഇലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇലക്ഷൻ നടത്താനുള്ള ഒരു പ്രൊവിഷനുള്ള അതിന്റെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും എല്ലാവരും പ്രഭകരാണ്, എല്ലാവരും മത്സരിക്കട്ടെ. എൻഡ് ഓഫ് ദ ഡേയിൽ ഒരാൾ ജയിക്കും. ആര് ജയിച്ചു കഴിഞ്ഞാലും മറ്റുള്ള ആൾക്കാരെ ചേർത്ത് നിർത്തി ഞങ്ങൾ കാണിച്ച ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും ഫൊക്കാന എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് പറഞ്ഞപ്പം ഒന്നും കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. വെന്യൂ ഡേറ്റ് ഓഗസ്റ്റ് 6, 7, 8, 9 വ്യാഴം, വെള്ളി, ശനി, ഞായർ 3 നൈറ്റും 4 പകലും ഉള്ള അങ്ങനെ ഒരു കൺവെൻഷനാണ് ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇൻ ദ ഹിസ്റ്ററി ഓഫ് എനി ഓർഗനൈസേഷൻ, ഇൻ ദ ഹിസ്റ്ററി ഓഫ് നോട്ട് ജസ്റ്റ് ഫൊക്കാന, ഇൻ എനി ഓർഗനൈസേഷൻ, യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് ചെക്ക്. ഓക്കെ, ഡിസംബർ 30 സോൾഡ് ഔട്ട്. ഇറ്റ്സ് ഓൾറെഡി സോൾഡ് ഔട്ട്. എല്ലാ റൂമുകളും സോൾഡ് ഔട്ട് ആയി. 1500-ലധികം മെമ്പേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ കൺവെൻഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 1500. അതൊരു വലിയൊരു ഇതുവരെ ഇല്ലാത്തൊരു, കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞ വർഷമായിരുന്നു അല്ലേ? അല്ല, അതിനു മുമ്പ് ജോർജ് വർഗീസ് ഡാളസി വെച്ച് നടന്ന, അല്ല ഓർലാൻഡോയിൽ വെച്ച് നടന്ന. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആളുകളെ പങ്കെടുപ്പിച്ച് നടന്ന കൺവെൻഷൻ കഴിഞ്ഞ വർഷം. അതെ. അപ്പൊ ഇത് അതിലും വലിയൊരു കൺവെൻഷനാണ്. ഈ 1500 നിൽക്കുന്നില്ല. ഇന്ത്യയിലെ ഒരു ഡ്രീം എന്ന് പറയുന്നത് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് അമേരിക്കയിൽ ഇല്ലായിരുന്നു. റോച്ചസ്റ്റർ കൺവെൻഷനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. ഏകദേശം 4000 ആൾക്കാരൊക്കെ പങ്കെടുത്ത കൺവെൻഷൻ. അത് കഴിഞ്ഞിട്ട് ഒത്തിരി ചേഞ്ചസുകൾ വന്നു. അതായത് അന്ന് പള്ളികളും അമ്പലങ്ങളും ഒന്നും അത്രയും മതപരമായ സംഘടനകളും ഒന്നും അത്രയും പ്രസക്തിയില്ലായിരുന്നു. ഫൊക്കാന വാസ് ഒൺലി പ്ലാറ്റ്ഫോം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പങ്കെടുക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നെറ്റ്വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വന്നു. എന്നാലും വി ആർ ഗോയിങ് ബാക്ക് ടു ദാറ്റ് ഗ്ലോറിയസ് ടൈംസ്. കാരണം ഇനി വരാൻ പോകുന്നത് ഏകദേശം 1500-ലധികമുള്ള ആൾക്കാരുടെ ഡാൻസും മറ്റു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. കാരണം പലപ്പോഴും മലയാളികളിലെ ചില പാരകളൊക്കെ അവിടെ നിന്ന് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, വേറൊന്നുമല്ല. ഏതായാലും ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 3000-നും 4000-നും ഇടയ്ക്കുള്ള നമ്പേഴ്സിലുള്ള ജോർജിയ കടത്തി വിട്ടു.
ഒർലാൻഡോ ജോർജിയുടെ കൺവെൻഷൻ ജോർജി ഹീസ് എ വെരി ഗുഡ് പ്രസിഡന്റ്. അദ്ദേഹത്തിലൂടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ്. ഹീസ് മൈ മെന്റർ. അന്ന് നല്ലൊരു കൺവെൻഷൻ ആയിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. നല്ലൊരു ടീം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫൊക്കാനയെ കുറിച്ച് കുറച്ചുകൂടെ ജനകീയമായി ചിന്തിക്കാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ആളുകളെ ചേർന്ന് നിർത്തിയതും ഒക്കെ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തമൊക്കെ ഉണ്ട് ജോർജിയുടെ ഒർലാൻഡോ കൺവെൻഷൻ. അത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല കൺവെൻഷൻ ആയിരുന്നു. അതിൽ മുന്നേ നിന്ന് അല്ലെങ്കിൽ അതിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം. അതേപോലെ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഒപ്പം നിങ്ങളുടെ ഏത് കാര്യത്തിനും ജോർജ് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. ഒന്ന് എന്നെ നാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇലക്ഷന്റെ പറഞ്ഞ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രസംഗങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഫൊക്കാന ഈസ് എ ഫാമിലി. ഐ ബിലീവ് ഇൻ ദാറ്റ്. ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു അച്ഛൻ, അമ്മ, വലിയച്ഛൻ, ഒരു വലിയമ്മ, പിന്നെ നമ്മളെ പോലുള്ള ആൾക്കാർ, ദെൻ നമ്മുടെ മക്കള്. എവ്രി വൺ ഷുഡ് ഫീൽ ദാറ്റ് ദർ ഇസ് സംതിങ് ഇൻ ഫോർ മീ, റൈറ്റ്? ഒരു ബിലോങ്ങിങ്നെസ് വേണം. അപ്പോൾ അല്ലാണ്ട് കുറെ പുരുഷന്മാർ മാത്രം നിൽക്കും, പെണ്ണുങ്ങൾക്ക് അവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അവിടെ ഒന്ന് ബോറടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയോ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു 65-70 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവരെ കളവന്മാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയോ അങ്ങനെ ഒരു സംവിധാനമല്ല. അതായത് 83 തുടങ്ങിയ ഫൊക്കാനയിലുള്ള ശ്രീ തോമസ് ചേട്ടനൊക്കെ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹമൊക്കെ നമ്മുടെ കൂടെ ട്രസ്റ്റി ബോർഡിലുണ്ട്. ഡോക്ടർ അനിരുദ്ധൻ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് മരിച്ചു പോയത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും, എല്ലാ പഴയ പ്രസിഡന്റുമാരെയും, ഫോർ എക്സാമ്പിൾ എനിക്ക് മുമ്പുണ്ടായിരുന്ന ശ്രീ മാധവൻ നായർ, പോൾ കറുകപ്പള്ളി, GK പിള്ളി, ദെൻ ജോൺ ബി ജോണും ശ്രീ പോൾ കറുകപ്പള്ളിയും, അതെ അദ്ദേഹം, അവരൊക്കെ ഇന്നലെ ഫ്ലാഗ് ഓഫ് നടന്നപ്പം അവിടെ സാറ്റർഡേ പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ എക്സിം കേരള പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പഴയ ടീം അല്ലെ പഴയ ലീഡേഴ്സിനെ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും റെസ്പെക്റ്റും കൊടുത്തുകൊണ്ട് നമ്മുടെ പുതിയ ആശയങ്ങളുടെ മിങ്കിൾ ചെയ്ത് ഇനി വരാനുള്ളവർക്ക്, ഇപ്പൊ ഞാനൊരു മധ്യവയസ്കനാണെങ്കിൽ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരുടെ അവരുടെ ഐഡിയയും ഗ്രാബ് ചെയ്തുകൊണ്ടിട്ട് കറക്റ്റ് ഒരു കുടുംബമായിട്ട് പോകുന്ന കോൺസെപ്റ്റിലാണ് ഫൊക്കാന ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. അത് മറ്റ് സംഘടനകൾക്കും മാതൃകാപരമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ പഴയ പാസ്റ്റ് പ്രസിഡന്റുമാരില്ലേ, ഫിസിക്കലായും അല്ലാതെ ഒക്കെ വളരെയേറെ ചേർന്ന് ഈ കമ്മിറ്റിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ജോർജ് വർഗീസ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഏത് പ്രോഗ്രാം നടന്നാലും എവിടെ നടന്നാലും എനിക്ക് തോന്നുന്നു പുള്ളി സജിമോൻ ആന്റണി, പുള്ളി ജോർജ് വർഗീസ്, അതൊരു എനിക്ക് തോന്നുന്ന നല്ലൊരു ടീമായിരുന്നു. ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അത് കൃത്യമായി കൊണ്ടുപോകും. തീർച്ചയായിട്ടും അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഓരോ ഭാരവാഹികളും, നമ്മുടെ കൂടെയുള്ള ബിജു ആയാലും ഓരോ ആളുകളും നമ്മുടെ പഴയ ടീം എല്ലാം നല്ല രീതിയിൽ തന്നെ. ഇപ്പോഴത്തെ ടീം എന്ന് പറയുന്നത് ഞാൻ, ശ്രീകുമാർ, പലപ്പോഴും കമ്പയർ ചെയ്ത് ജോർജി സജിമോനാണോ ബെറ്റർ, സജിമോൻ ശ്രീകുമാറാണോ, ഞങ്ങൾ തമ്മിൽ ഒരു ഇന്റർണൽ കോമ്പറ്റീഷൻ പോലെ പലപ്പോഴും പറയണം. ആന്റി കോമ്പറ്റീഷൻ ഒന്നും ഇല്ല പോയതേ. അതോടൊപ്പം നമ്മുടെ കൂടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, പ്രവീണൊക്കെ നല്ല രീതിയിൽ, വിപിൻ ഫ്രം വാഷിംഗ്ടൺ DC, വിപിൻ രാജ്, അതോടൊപ്പം മനോജ് ഇടമന കാനഡയിൽ നിന്ന്, പിന്നെ ജോൺ കല്ലുവലി നമ്മുടെ ചങ്കായിട്ട് എപ്പോഴും കൂടെ നടക്കുന്നതാണ് ജോൺ കല്ലുവലി ഫ്ലോറിഡയിൽ നിന്ന്, പിന്നെ നമ്മുടെ കൂടെ സീനിയർ ആയിട്ടുള്ള ശ്രീ അപ്പുചേട്ടനുണ്ട്, ഞങ്ങളുടെ അമേരിക്കയുടെ സ്വന്തം മാവേലി എന്ന് പറയുന്ന അപ്പുചേട്ടനുണ്ട് ന്യൂയോർക്കിൽ നിന്ന്. അതോടൊപ്പം പിന്നെ ത്രേവതി പിള്ള, ഓഫ് കോഴ്സ് വുമൻസ് ഫോറത്തിന് ചെയർപേഴ്സൺ ആയിട്ട് മിനി ഫിലിപ്പ് ഉണ്ട് നമ്മുടെ ഫിലഡൽഫിയ ഏരിയയിൽ നിന്ന്. അപ്പൊ അങ്ങനെ എല്ലാവരും എല്ലാവരും ഇപ്പൊ മത്സരിക്കുന്ന ഫിലിപ്പ് അദ്ദേഹം ജനറൽ സെക്രട്ടറിയോട് വർക്ക് ചെയ്ത ആളാണ്, ഇലക്ഷൻ കമ്മീഷനായിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ ലീഗൽ ചെയർമാനാണ്. ലീല മാരിട്ട് ഇതിനു മുമ്പ് മത്സരിച്ചു, അത് പല പോസ്റ്റിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഇരുന്നിട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ ബോർഡിലുള്ള ആളാണ്. അതോടൊപ്പം സംഘടന തുടങ്ങിയ തോമസ് ചോട്ടനൊക്കെ ഇപ്പോൾ നമ്മുടെ ബോർഡിലുണ്ട്. ജയ്ബു കുളങ്ങര സീനിയർ ലീഡറാണ്, ചിക്കാഗോയിൽ നമ്മുടെ ബോർഡിലുണ്ട്. സതീശൻ നായർ നമ്മുടെ ബോർഡിലുണ്ട്. പിന്നെ റിലേറ്റീവ്ലി യങ്ങായ എന്നോടൊപ്പം പ്രവർത്തിച്ച ബിജു ഇപ്പൊ നമ്മുടെ ബോർഡിന്റെ സെക്രട്ടറിയാണ്, ട്രസ്റ്റി ബോർഡിന്റെ സെക്രട്ടറിയാണ്. അപ്പം അങ്ങനെ പഴയതും കറന്റും പുതിയതും അങ്ങനെയുള്ള എല്ലാം കൂടി ഉള്ള ഒരു നല്ലൊരു മിക്സ് ആണ് ഇപ്പോഴത്തെ ടീം. അത് എല്ലാം പറഞ്ഞില്ല, ഇനി വരാൻ പോകുന്ന ടീമുകൾക്കും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകൾക്കും പോലും ഇതൊരു മാതൃകാപരമായ ഒരു കോമ്പിനേഷൻ ആണ്, ഒരു പ്രചോദനമാണ്. അവരൊക്കെ ഇത് കണ്ടും കേട്ടും ഇതുപോലെയുള്ള ഫൊക്കാനയാണ് ഏറ്റവും വലിയ സംഘടന. ആ സംഘടനയോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ വേറൊരു സംഘടനയില്ല. പിന്നെ പക്ഷെ വേറെ പല സംഘടനകളും അവിടെ വരുന്നുണ്ട്. ചേർത്ത് വരേണ്ട ഒരാളുടെ പേരൂടെ ഞാൻ മറന്നു പോയതല്ല, നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജോജി തോമസ്, ഇപ്പോഴത്തെ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ. അദ്ദേഹം കാനഡയിൽ നിന്നാണ്. അപ്പം പണ്ട് പലപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു, ചിലർ പറയുമായിരുന്നു ഇതൊരു അമേരിക്കൻ സംഘടനയാണോ. അപ്പൊ ഞാൻ എപ്പോഴും കറക്റ്റ് ചെയ്യും, അത് റിയലി നമ്മൾ പറയുമ്പോൾ അമേരിക്കയും കാനഡയും ഒരുപോലെ ചേർത്ത് പിടിക്കണം. അമേരിക്കൻ കനേഡിയൻ മലയാളികളുടെ അമ്മ സംഘടനയാണ്, അമേരിക്കൻ കനേഡിയൻ മലയാളികളുടെ ഒറിജിനൽ അമ്മ സംഘടനയാണ്.
അപ്പൊ കാനഡയുടെ ഭാഗത്തുനിന്നും വലിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു ബോണ്ടിങ് ഉണ്ട്. ഞങ്ങളുടെ ഇലക്ഷൻ പറയുമ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റും അവിടുത്തെ പ്രസിഡന്റൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇമ്പാക്ട് ആക്കാതെ ഫൊക്കാന ഇന്നും ഒരേ കൂടെ കീഴിലാണ് പൊക്കോളുക. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിപ്പം കാനഡയും അമേരിക്കയും ആണ് ഇതിനകത്ത് സംഘടനകളും അവിടുത്തെ ഉള്ള മലയാളികളാണ് ഇതിനകത്തുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ചുറ്റും ഉള്ള മറ്റ് രാജ്യങ്ങളിലെ കൂടെ ചേർത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ചുകൂടെ? നല്ലൊരു ആശയമാണ്. നമ്മൾ അത് വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യുകയും തീരുമാനമാകുകയും ആയിട്ടുണ്ട്. എന്നാൽ ലീഗൽ വാലിഡിറ്റി വന്നിട്ടില്ല. കാരണം അത് ഫുൾ ജനറൽ ബോഡിയിൽ പാസ് ആയെങ്കിൽ മാത്രമേ ലീഗൽ തീരുമാനം. അതിന്റെ തീരുമാനം ഇതാണ്: എല്ലാ കോണ്ടിനെന്റിലും, അതായത് ഏഷ്യ, ഓസ്ട്രേലിയ അല്ലെങ്കിൽ യൂറോപ്പ് അങ്ങനെയുള്ള ഏരിയയിൽ ഓരോ വിങ് ഫൊക്കാന തുടങ്ങിയിട്ട് ഫൊക്കാനയുടെ ഇപ്പോഴത്തെ ഒരു ബ്രാൻഡ് അതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. സോ ദാറ്റ് ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഉപകാരപ്രദമാകുന്ന പ്രൊജക്റ്റുകൾ നമുക്കൊരു ഒരു അംബ്രലയുടെ കൂടെ കീഴിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ആ ഒരു വിഷൻ പ്ലാൻ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത ജനറൽ ബോഡി കഴിഞ്ഞിട്ട് അത് പ്രാക്ടിക്കലി അല്ലെങ്കിൽ ലീഗലി അത് ഇംപ്ലിമെന്റ് ആകും. ഫൊക്കാന ഗ്ലോബൽ അത് യാഥാർത്ഥ്യമാവുകയാണ്. അതിന്റെ വേണ്ട കാര്യങ്ങൾ അമെന്റ് ചെയ്യുകയാണ്. കാരണം നമ്മൾ പ്രോപ്പർ വേയിൽ ചെയ്യാതെ വെറു സുപ്രഭാതത്തിൽ നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമൊന്നുമില്ല. ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ല, ടെക്നിക്കൽ വാലിഡിറ്റി ഇല്ല. പീപ്പിൾ വിൽ ലാഫ് ഓൺ ഇറ്റ്. അത് ചെയ്യാതെ പ്രോപ്പർ രീതിയിൽ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അതിന് വേറൊരു റീസൺ ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ ഈ ഫൊക്കാനയുടെ ഹെൽത്ത് കാർഡും മെഡിക്കൽ കാർഡും ഒക്കെ ഇല്ലേ, ഇത് UK ചെന്നപ്പോൾ ഞാൻ യുക്മയുമായിട്ട് സംസാരിച്ചു. യുക്മ അവിടുത്തെ ഫൊക്കാന പോലെയുള്ള വലിയൊരു സംഘടനയാണ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മിസ്റ്റർ AB എബ്രഹാം നമ്മുടെ എൻ്റെ ഫ്രണ്ടാണ്. അവർ ഈ പ്രൊജക്റ്റുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് വളരെ താല്പര്യമുണ്ട്. എനിക്ക് ദുബായ് ഗൾഫ് റീജിയനിൽ നിന്ന് കോളുകൾ കിട്ടുന്നുണ്ട്. ഫൊക്കാനയുടെ മെഡിക്കൽ കാർഡ് അല്ലെങ്കിൽ ഫൊക്കാനയുടെ പ്രിവിലേജ് കാർഡുമായിട്ട് ടൈ അപ്പ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം അവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ട്. അപ്പം ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളികൾ എവിടെയാണേലും മലയാളിയാണ്. മലയാളം പറഞ്ഞ് നമ്മൾ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനുണ്ട്, നല്ല മാനസികാവസ്ഥയുണ്ട്. അപ്പം അതിൽ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. സോ ഫൊക്കാന ഈസ് ഗോയിങ് ഓൺ ദ റൈറ്റ് ഡയറക്ഷൻ, ദ വേ യു സെഡ്. അതൊരു നല്ലൊരു കാര്യമാണ്. മറ്റേ നമ്മുടെ ഇന്ത്യക്ക് വെളിയിൽ, നമ്മുടെ കേരളത്തിന് വെളിയിൽ നമ്മുടെ മലയാളികളെ ഒരു കൂട്ടി യോജിപ്പിച്ച് ഫൊക്കാന ഒരു വേൾഡ് തലത്തിൽ, ഇപ്പം അമേരിക്കയും കാനഡയും മാത്രമേ ഉള്ളൂ, പക്ഷേ മറ്റ് രാജ്യങ്ങളിലൂടെ വ്യാപിപ്പിച്ച് വേൾഡ് തലത്തിൽ നല്ലൊരു ഏറ്റവും വലിയൊരു സംഘടനയായിട്ട് ചെറിയൊരു കറക്ഷൻ അല്ല, ചെറിയൊരു ആഡ് ഓൺ ചെയ്യുകയാണ് ഇതിനകത്ത്. ഫൊക്കാന ഓൾറെഡി വേൾഡിലുണ്ട്, പക്ഷെ ഒള്ളി തിങ്കിങ് നോമിനേറ്റഡ് പൊസിഷനിലാണ് ഉള്ളത്. അതായത് അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇപ്പം കിടക്കുന്നത്. അതായത് നമുക്ക് അംബാസിഡറുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ഇവിടുത്തെ കേരള ഗവൺമെന്റിന്റെ മിനിസ്റ്റർ ശ്രീ VN വാസവൻ ഫൊക്കാനയുടെ ബ്രാൻഡ് അംബാസിഡറാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ പ്രമുഖ സോഷ്യൽ പ്രവർത്തകയായ ഷീബ അമീർ ഫൊക്കാനയുടെ വുമൻസ് ഫോറത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാണ്. ഒരു തവണ ശ്രീ ഗോപിനാഥ് മുതുകാട് സാർ ഫൊക്കാനയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു. അപ്പൊ അങ്ങനെ പല സമൂഹത്തിലെ പല നിലകളിലുള്ള പ്രഗത്ഭരായ വ്യക്തികൾ ഓരോ സമയവും ഫൊക്കാനയ്ക്ക് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് അമേരിക്കയിൽ അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ കാനഡ റീജിയനിൽ നിന്ന് വെളിയിൽ നിന്ന് ഓൾറെഡി ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത്, ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്ത്, ഒന്നും കൂടെ അതിന്റെ ഉദ്ദേശശുദ്ധി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുകൊണ്ടാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അത് മുമ്പേ പറഞ്ഞ പ്രോഗ്രാമിനകത്ത് എനിക്ക് 1-2 കാര്യം ആഡ് ചെയ്യാനുണ്ട്. എന്താണെന്നറിയോ, ഫൊക്കാനയ്ക്ക് ഇപ്പം സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുമായിട്ട് വളരെയധികം നല്ല ബന്ധമുണ്ട്. ഫൊക്കാനയുടെ ഒരു സ്ട്രാറ്റജി, ഏത് പാർട്ടി സംസ്ഥാനത്തോ കേന്ദ്രത്തിലോ ഭരിച്ചാലും അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഉദ്ദേശം, ഇതുപോലെ ഒരു വലിയൊരു സംഘടന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയോ അല്ലെങ്കിൽ 10 തയ്യൽ മെഷീൻ കൊടുക്കുകയോ അത് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതിനേക്കാളും വലിയ വിഭാവനവും ഒരു ആവശ്യങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇക്വിപ്ഡ് ആയിരിക്കണം. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾക്ക് റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ ഇവരൊരു ഡിസ്പാരിറ്റി ഉണ്ട്. NRIs ഞങ്ങളുടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പം 20%, ഇവിടെയുള്ള താങ്കളെപ്പോലുള്ള ആൾക്കാർ ചെയ്യുമ്പം 10%, അതായത് ഒരു 10% ഡിസ്പാരിറ്റി ഉണ്ട് ടാക്സേഷനകത്ത്. അപ്പം അതിനെതിരെ ഫൊക്കാന ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയും ഇവിടെയുള്ള എല്ലാ MP-മാരുമായിട്ടും ആശയവിനിമയം നടത്തുകയും കേന്ദ്രമന്ത്രി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. അതിന്റെ ഔട്ട്കം ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. അതായത് ഈ ഒരു ടാക്സ് ഡിസ്പാരിറ്റി കളയണം, അതായത് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു. താങ്കളുടെ ശ്രദ്ധ ഇതിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. 2-3 വർഷം മുമ്പാണ് എനിക്ക് തോന്നുന്നു ഇവിടെ അടഞ്ഞുകിടുന്ന വീടുകൾക്ക് നികുതി വരാൻ പോകുന്നു എന്നൊരു പ്രപ്പോസൽ വന്നപ്പം ഫൊക്കാനയായിരുന്നു ആദ്യമായിട്ട് അത് റേസ് ചെയ്ത. അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ ആയിരുന്നു. അദ്ദേഹം അത് റേസ് ചെയ്യുകയും അത് ഇല്ലാതാവുകയും ചെയ്തു. അല്ലെങ്കിൽ ആ പ്രപ്പോസൽ പിന്നെ മുന്നേക്ക് പോയില്ല. ഗവൺമെന്റ് അത് കൺസിഡർ ചെയ്തു. അപ്പം ഫൊക്കാന ഇന്നും സംസ്ഥാന ഗവൺമെന്റിനോട് കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അതോടൊപ്പം കഴിഞ്ഞ
ക്രിസ്മസിന്, അതായത് 25-ലല്ല 24-ലെ ക്രിസ്മസിന് ഡിസംബർ 23-ാം തീയതി പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാനും അദ്ദേഹത്തെ കാണാനും ഒക്കെ ഒരു റെയർ ആയിട്ടുള്ളൊരു അപൂർവ അവസരം കിട്ടിയ വ്യക്തിയാണ് ഞാൻ. അന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനെ കാണുകയും മറ്റു ചില കാര്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യാനായിട്ട്, ഒന്ന് ഫൊക്കാനയുടെ അതായത് OCI കാർഡിന്റെ പ്രോസസ്സിംഗ് ടൈമുകളും മറ്റു കാര്യങ്ങളും ത്വരിതഗതിയിലാക്കുക എന്നുള്ള കാര്യമായിരുന്നു ഒന്ന്. രണ്ടാമത്തേത് അമേരിക്കയിലേക്ക് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊണ്ടുവരിക അല്ലെങ്കിൽ കിട്ടുക എന്നുള്ളതായിരുന്നു. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു ട്രാഫിക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ട്രാവൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുബൈയിൽ അല്ലെങ്കിൽ അബുദാബിയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ മുംബൈയിൽ ഇറങ്ങി കണക്ഷൻ ഫ്ലൈറ്റുകളേ ഉള്ളൂ. കണക്ഷൻ ഫ്ലൈറ്റുകൾ അതിനേക്കാൾ ഉപരി നമ്മൾ ചില സമയത്തൊക്കെ എയർപോർട്ടിൽ വന്നിട്ട് ലഗേജ് എടുത്ത് മാറ്റി അവിടുന്ന് മാറ്റി ഇവിടെ കൊണ്ടുവച്ച് അങ്ങനെയുള്ള ഒരു tedious പ്രോസസ്സാണ്. അപ്പൊ അതിനെ ഈസ് ഔട്ട് ചെയ്യാനുള്ള ഒരു ശ്രമവും ഫൊക്കാനയുടെ ഭാഗത്ത് നിന്ന് നടത്തി. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അതിന് ഡോക്ടർ IAS സുഹാസ് സാർ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഫൊക്കാനയുമായിട്ട് സഹകരിച്ച് വേണ്ട കാര്യങ്ങൾ അദ്ദേഹവും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലനമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് 3 ദിവസം മുമ്പ് ഇന്ത്യൻ എംബസിയിൽ നിന്ന് എനിക്കൊരു കോള് കിട്ടിയിരുന്നു. ആ ഫയൽ ഇപ്പോഴും പ്രോസസ്സിങ്ങിലാണ്, അവർക്ക് ചില ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ട് എന്ന് പറയുകയും നമ്മളത് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു. ഐ ആം ഹോപ്പ്ഫുൾ ദാറ്റ് ഫൊക്കാനയുടെ നേതൃത്വത്തിൽ ആ ഒരു കാര്യം നമ്മൾ ഈ ഒരു ഇറങ്ങിപ്പോകുന്നതിന്, അതായത് ഈ ഒരു പീരീഡ് തീരുന്നതിന് മുമ്പ് ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പം കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിനും ഒരു സംശയമില്ല. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ കാണുന്ന പലപ്പോഴും എന്തിനാണ് ഇങ്ങനെ സംഘടനാ പ്രവർത്തനം എന്ന് ചോദിക്കുന്ന വ്യക്തികൾ പോലും ഉണ്ട്. എന്നാൽ അവർക്കൊക്കെ ഒരു നല്ല മറുപടി കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വളരെ നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല കാര്യങ്ങളും അമേരിക്കയിലും കാനഡയിലും ഇവിടെയുമുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ ഒത്തിരിയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പം ഓഗസ്റ്റിൽ നടക്കുന്ന കൺവെൻഷനോടുകൂടി നിങ്ങളുടെ ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുകയാണ്. പുതിയ ഭാരവാഹികളെ കരം പിടിച്ച് കയറ്റിയിട്ടാണ് നിങ്ങൾ ഇറങ്ങുന്നത്. കൺവെൻഷന്റെ സമയത്ത് ഇലക്ഷൻ കഴിയും, അത് കഴിഞ്ഞിട്ട് ഒരു ഹാൻഡ് ഓവർ സെറമണി ഉണ്ട്. നോർമലി ഇത് 2-3 മാസം കഴിഞ്ഞിട്ട് ആ ഹാൻഡ് ഓവർ സെറമണി കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഇൻചാർജായി അവരവരുടേതായ പ്രൊജക്ടുകളും കാര്യങ്ങളുമായിട്ട് പോകും. അപ്പൊ ഈ വരാൻ പോകുന്ന എന്തായാലും ഈ ഓഗസ്റ്റിലെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ വരാൻ പോകുന്ന ഭരണസമിതിക്ക് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, നിലവിലെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൊടുക്കാൻ പറ്റുന്ന വല്ല സന്ദേശമല്ലോ ഉണ്ട്. ഒന്ന്, നമ്മുടെ ഈ പ്രൊജക്ടുകളെല്ലാം ജനങ്ങൾ നെഞ്ചോട് ചേർത്ത പ്രൊജക്ടുകളാണ്. അതിനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹവും ആശയവുമാണ് എല്ലാവർക്കും ഉള്ളത്. അതിനെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള പ്രത്യാശയാണ് ഒന്ന്. രണ്ടാമത്തേത്, നല്ലൊരു മാതൃക മുമ്പേ സൂചിപ്പിച്ച കണക്ക് ഇലക്ഷൻ ആകുമ്പോൾ തോൽവിയും ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. ഒരാൾ ജയിച്ചു തോറ്റു എന്നുള്ളത് വലിയ ആനക്കാര്യമായിട്ട് എടുക്കാതെ ആരാണ് ജയിക്കുന്നത് അവർ മറ്റുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരെയും കൂടെ നെഞ്ചിലേറ്റി പ്രവർത്തിക്കണം എന്നുള്ള 2 ആഗ്രഹങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അത് തീർച്ചയായിട്ടും പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത്രയും നേരം എനിക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. ഞാൻ പ്രേക്ഷകരെ എല്ലാവരെയും ഞാൻ ഫൊക്കാനയുടെ കലഹാരി കൺവെൻഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. റൂമെല്ലാം സോൾഡ് ഔട്ട് ആണ് എങ്കിൽ പോലും ഞങ്ങൾ തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ട് മാനേജ്മെന്റുമായിട്ട് ഇനിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൂടുതൽ റൂമിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്ന്. അപ്പൊ കലഹാരിയുടെ ഒരു പ്രത്യേകതയോടെ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ വാട്ടർ പാർക്കാണ് കലഹാരി. അതായത് പെൻസിൽവേനിയ, ന്യൂയോർക്ക്, ന്യൂജേഴ്സിയുടെ ബോർഡറിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പോക്കോണോസ് മൗണ്ടൻസിന്റെ ഒരു ഇടയിൽ, നമ്മുടെ വാഗമൺ പോലത്തെ ഒരു സ്ഥലമാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ. അതുപോലെ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ്. ഇൻഡോർ വാട്ടർ പാർക്ക് മാത്രമല്ല, ഔട്ട്ഡോർ വാട്ടർ പാർക്ക് അവിടെയുണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, ഹൈ എൻഡ് ഷോപ്പിംഗ് മാളുകളുണ്ട്, ഈ ഹൈ എൻഡ് ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളുണ്ട്, ബ്രൂവറീസ് ഉണ്ട്. അങ്ങനെ പല എന്താ പറയുക, എല്ലാവർക്കും എന്തെങ്കിലും അട്രാക്ഷൻ ഉള്ള ഒരു യുണീക്ക് പ്ലേസ് ആണ് ഈ കലഹാരി ഇന്റർനാഷണൽ വാട്ടർ പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, താങ്കളെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ വരുന്നുണ്ട്.